നല്ല ഉറച്ച ഈമാനും അമലു സാലിഹാത്തും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതെ ജീവിച്ചതുകൊണ്ടാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോ അവിടുന്ന് വിടവാങ്ങുന്ന ഹജ്ജിൽ ഒരുപാട് ലക്ഷത്തോളം വരുന്ന അനുയായി വൃന്ദത്തെ കാണുകയാണ്. അവിടുന്ന് വഫാത്താകുന്ന വേളയിൽ ശാന്തമായി മദീനത്തെ മസ്ജിദിൽ വെച്ച് തൻ്റെ അനുയായികൾ വളരെ ശാന്തരായി നിസ്കരിക്കുന്ന രംഗം അവിടുന്ന് നോക്കിക്കാണുകയാണ്. അങ്ങനെ അറേബ്യൻ ഉപദ്വീപിൽ നല്ല സ്വാധീനവും അധികാരവുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ അവിടുന്ന് വഫാത്താകുന്നതിൻ്റെ മുമ്പ് തന്നെ അതൊക്കെ കണ്ട് അനുഭവിക്കുവാനുള്ള അവസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കൈവരുകയുണ്ടായി. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അള്ളാന്റെ റസൂല് വഫാത്തായതോടെ ഏതാണ്ട് അറേബ്യയുടെ മുഴുവൻ ഭാഗത്തും പലയിടങ്ങളിലുമൊക്കെ കുഴപ്പങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. കുറെ ആളുകൾ മതത്തിൽ നിന്ന് പുറത്തു പോകാൻ നോക്കി, കുഴപ്പമുണ്ടാക്കാൻ നോക്കി. ആ കുഴപ്പമുണ്ടാക്കാൻ നോക്കിയ ആളുകളെയൊക്കെ അടിച്ചമർത്തുന്ന ജോലി കൂടി ആ ഫിത്തിനക്കാരുടെ ഫിത്തിനയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം കൂടി എത്തിച്ചേർന്നത് ഒന്നാമത്തെ ഖലീഫയായ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ചുമരിലായിരുന്നു. 2.25 കൊല്ലം മാത്രമാണ് മഹാനവറുകൾ ഭരണം നടത്തിയിട്ടുള്ളത്. 2.25 കൊല്ലം. പക്ഷെ ആ ചുരുങ്ങിയ കാലഘട്ടത്തിൽ തന്നെ ഒരിക്കലും നിരാശപ്പെടാതെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിക്കുകയും നിയോഗിക്കുകയും ചെയ്തിട്ടുള്ള ഏതൊക്കെ രാജ്യങ്ങളിലേക്കുള്ള പട്ടാളക്കാരുണ്ടോ, ദൂതന്മാരുണ്ടോ, നായകന്മാരുണ്ടോ, സൈന്യങ്ങളുണ്ടോ, അതൊന്നും അവിടുന്ന് ക്യാൻസലാക്കിയില്ല. ആഭ്യന്തരമായിട്ട് രാജ്യത്തെ തകർക്കാൻ വേണ്ടി ഫിത്നയുടെ ശക്തികൾ പല രൂപത്തിൽ ഒരു ഭാഗത്ത് പ്രവർത്തിക്കുമ്പോഴും ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിരാശയോടെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഒരു മൂലയിൽ ഒളിച്ചില്ല. മഹാനവറുകൾ തൻ്റെ ഏറ്റവും നല്ല ഉറച്ച നിശ്ചയദാർഢ്യം ഈമാനോടുകൂടി ഇത്തരത്തിലുള്ള ഫിത്നാവാദികളെ അമർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ ഇസ്ലാമികമായ കൃത്യമായ ഇസ്ലാമിൻ്റെ ദഅവത്ത് രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ മഹാനവറുകൾ നടത്തി. ആ 2.25 കൊല്ലത്തെ ചുരുങ്ങിയ കാലഘട്ടം മാത്രമേ മഹാനവറുകൾ ഭരണം നടത്തിയിട്ടുള്ളൂവെങ്കിലും അറേബ്യയുടെ ഒരുപാട് ഭാഗങ്ങളിൽ, ഇറാഖിന്റെ ഭാഗത്ത്, ഷാം, സിറിയയുടെ ഭാഗത്ത് ഒക്കെ മുസ്ലിമീങ്ങൾക്ക് അധീനതയിലായി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തന്നെ കേവലം 2.25 കൊല്ലമാണ് മഹാനവറുകൾ ഭരണം നടത്തിയത്. മാത്രമല്ല 2 വമ്പിച്ച മഹാശക്തികളോട്, ആരാ 2 വമ്പിച്ച മഹാശക്തികൾ? ഒന്ന് കിസ്റ, അതുപോലെ തന്നെ റോമും അതുപോലെ തന്നെ കിസ്റ രാജ്യവും. ആ 2 രാഷ്ട്രങ്ങളോടും അവരുടെ പട്ടാളത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ മഹാന്മാരായ സ്വഹാബത്തിന്റെ പട്ടാളവും അവരുടെ പട്ടാളവും നോക്കുകയാണെങ്കിൽ ആ 2 മഹാശക്തികളുടെ പട്ടാളത്തെ അപേക്ഷിച്ച് മുസ്ലിമീങ്ങളുടെ പട്ടാളം 1-2% ഉണ്ടാവുക. അങ്ങനെയുള്ള 2%, 3% ഒക്കെയാണ് മറ്റോരോ പട്ടാളത്തെ അപേക്ഷിച്ച് മുസ്ലിമീങ്ങളുടെ പട്ടാളവും സൈന്യമൊക്കെ ഉണ്ടായിരുന്നത്. എന്നിട്ടും അവരുടെയൊക്കെ കോട്ടകൊത്തളങ്ങളെ വിറപ്പിക്കുന്ന വിധത്തിൽ ഇസ്ലാമിൻ്റെ ജൈത്രയാത്ര ഉണ്ടാവുകയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ. മഹാനവറുകൾ വഫാത്തിൻ്റെ സമയമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അല്ലാഹു തആല തോന്നിപ്പിച്ചു, തൻ്റെ ശേഷമുള്ള പിൻഗാമി ആരായിരിക്കണമെന്ന് മഹാനവറുകൾ വസിയത്ത് കൊടുത്തു. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആയിരിക്കണം തൻ്റെ പിൻഗാമി എന്ന്. ആ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് 2ാം ഖലീഫയായി രംഗത്ത് വന്നത്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഏകദേശം 10 വർഷത്തോളം മഹാനവറുകൾ ഭരണം നടത്തി. 10 വർഷത്തോളം മഹാനവറുകൾ ഭരണം നടത്തുകയുണ്ടായി മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ. അവിടുന്ന് ആ നേതൃത്വത്തിലെത്തിയപ്പോൾ അവിടുത്തേതായ കാലഘട്ടത്തിലൂടെ പിന്നെയും വളരെയേറെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ വ്യാപനമുണ്ടായി. എത്രയോ രാജ്യങ്ങളിലേക്ക് ഇസ്ലാം അങ്ങ് ഒരുപാട് ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെതായ പ്രചരണമുണ്ടായി. തീർന്നില്ല. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, അങ്ങനെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലും ഒരുപാട് രാജ്യങ്ങൾ ഇസ്ലാമിൻ്റെ അധീനതയിലായി. ഇസ്ലാമിന് വമ്പിച്ച പ്രചരണമുണ്ടായി. സുമ്മ ലമ്മാ കാനത്തി ദൗലത്തുൽ ഉസ്മാനിയ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് 3ാമത്തെ ഭരണാധികാരിയായിട്ട് രംഗത്ത് വന്നത്. ആ കാലഘട്ടമായപ്പോഴേക്ക് ഇംതദ്ദത്തിൽ മമാലികുൽ ഇസ്ലാമിയ, ഇസ്ലാമിന്റെ സ്വാധീനം ഇലാ അഖ്സാ മശാരിഖൽ അർളി വ മഗാരിബഹാ, രാജ്യത്തിന്റെ കിഴക്കും പടിഞ്ഞാറും എല്ലായിടങ്ങളിലേക്കും
ഇസ്ലാമിൻ്റെ ജൈത്രയാത്ര എത്തിക്കഴിഞ്ഞു. അങ്ങനെ സ്പെയിനും അതുപോലെ തന്നെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും, ചൈന വരെ എല്ലായിടങ്ങളിലേക്കും ഇസ്ലാം കൃത്യമായി വ്യാപിച്ചു. എണ്ണിക്കണക്കാക്കാനാവാത്ത നിലക്കുള്ള, ഏറ്റവും കൃത്യമായി നിലക്കുള്ള ഒരു വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ചുകൊണ്ടാണ് ഖലീഫമാരുടെയൊക്കെ ഭരണകാലം കഴിഞ്ഞു പോയിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. തുടർന്നുകൊണ്ട് അലിയാരുടെ ഭരണം, 4 ഖലീഫമാരുടെയും കാലഘട്ടത്തിൽ ഇസ്ലാമിന് എത്താത്ത മുക്കുപൂലകളില്ല. അങ്ങനെ അത്രത്തോളം ഇസ്ലാമികമായ നിലക്ക് വമ്പിച്ച പുരോഗതി ഉണ്ടായി. അതിനൊക്കെ കാരണം എന്തായിരുന്നു? കാരണം അവരിൽ ഈമാനും അമലുസ്സാലിഹാത്തും ഉണ്ടായിരുന്നു. അപ്പോൾ സഹോദരങ്ങളെ, ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ഇനിയും വിവരിക്കുവാനുണ്ട്. ചില കാര്യങ്ങൾ ഇനിയും നമുക്ക് വിശദീകരിക്കുവാനുണ്ട്. പറഞ്ഞിടത്തോളമുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഗുണപാഠം ഉൾക്കൊള്ളണം. ഓരോ വ്യക്തിയുമാണ് ചിന്തിക്കേണ്ടത്, ഞാൻ നന്നാവണം. എൻ്റെ പോരായ്മയും എൻ്റെ മോശത്തരവും കൊണ്ട് രാജ്യത്ത് പരീക്ഷണമുണ്ടാകരുത്, ഈ സമൂഹം പരീക്ഷിക്കപ്പെടരുത്, ഈ സമൂഹം മർദ്ദിക്കപ്പെടരുത് എന്നുള്ള ഒരു നല്ല ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതിന് നമ്മളായിട്ട് നാം ഓരോരുത്തരും പരിഹാരം കാണണം. അതിനൊന്നാമത്തെ പരിഹാരം ഈമാൻ ഉൾക്കൊള്ളുക, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക, നല്ലവരായി ജീവിക്കുക, സമാധാനപരമായ കാര്യങ്ങൾ മറ്റുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കുക. ഇസ്ലാം ഭീകരതയല്ല, അത് ഭീകരതയാണെന്ന് വരുത്തി തീർക്കൽ ചിലരുടെ ആവശ്യമായതുകൊണ്ട് അവരത് പറയുന്നതാണ്. ഇതിൻ്റെ വസ്തുത ഇന്നതാണ് എന്ന് നമ്മളാദ്യം പഠിച്ച് ഉൾക്കൊണ്ട് സമൂഹത്തെ ബോധവൽക്കരിക്കുവാൻ ഈ വചനം നമുക്ക് ഏറ്റവും വലിയ സന്ദേശം പകരുന്ന നിലക്ക് ആയിത്തീരണമെന്നാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ഉണർത്തുവാനുള്ളത്. ആയത്തിൽ പറഞ്ഞ മറ്റു കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിവരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിഞ്ഞ വിധത്തിൽ തന്നെ ജീവിച്ച് അന്തസ്സോടെ ജീവിച്ച് മരിക്കുവാനും പരലോകത്ത് സ്വർഗം നേടുവാനും തൗഫീക്ക് നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും റബ്ബിൻ്റെ കാവലും സംരക്ഷണവും നമ്മിൽ അവൻ സദാ വർഷിക്കുമാറാകട്ടെ. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.